ഡൈവേഴ്സിഫിക്കേഷൻ ഇല്ലേ? സീരിയസ് ആയിട്ട് ഞാൻ ചോദിക്കുക, നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ഡൈവേഴ്സിഫിക്കേഷൻ ഇല്ലേ? ഉറപ്പായിട്ടും നിങ്ങൾ എടുത്തിരിക്കുന്ന വലിയ റിസ്ക് ആണ്. ആ ഒരു ഒറ്റ സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു, നിങ്ങൾക്ക് എന്താണ് ഉറപ്പുള്ളത്? നാളെ 20% ഗ്യാപ് ഡൗൺ ഓപ്പൺ ആവത്തില്ലെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഒരിക്കലും ഡൈവേഴ്സിഫൈ ചെയ്യാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഒറ്റ സ്റ്റോക്കിന് പകരം 10 സ്റ്റോക്കിലേക്കായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിലോ 1000 രൂപ 100 രൂപ വെച്ച് 10 സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 20% ഒരു സ്റ്റോക്ക് ഗ്യാപ് ഡൗൺ ആയാലും 20 രൂപ മാത്രമേ നിങ്ങളുടെ ക്യാപിറ്റലിൽ നിന്ന് നഷ്ടമാകത്തുള്ളൂ. മറിച്ചായിരുന്നെങ്കിലോ നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ 20%, നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിന്റെ 20% നഷ്ടമായേനെ. ഒരിക്കലും ഡൈവേഴ്സിഫിക്കേഷനെ ചെറുതായിട്ട് കാണരുത്. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിന് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡൈവേഴ്സിഫിക്കേഷൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിച്ച് നല്ല പോലെ നിങ്ങളുടെ ഏർണിങ്സ് ഗ്രോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുന്നതിനെ പറ്റിയിട്ട് കൺസിഡർ ചെയ്യുക. See you on the next video.